ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 1 ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് പേജ് നമ്പർ 13 മുതലാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പേജ് നമ്പർ 13 എടുക്കുക. ഓക്കെ, ഫുഡ് കാർഡ്. ദ ഫുഡ് കാർഡ്സ് ഓഫ് 2 ക്രിയേച്ചേഴ്സ് ആർ ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ 2 ക്രിയേച്ചേഴ്സിൻ്റെ ഫുഡ് കാർഡാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആരൊക്കെയാണ്? ക്രോയുടെയും അതുപോലെ തന്നെ ഗോട്ടിൻ്റെയും. അപ്പോൾ ക്രോൻ്റെ നമുക്ക് നോക്കാം. എന്താണ് ഫുഡ്? സ്മോൾ ക്രിയേച്ചേഴ്സ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, ഫുഡ് വേസ്റ്റ്, റിമെയിൻസ് ഓഫ് ഡെഡ് ഓർഗാനിസംസ്. അപ്പോൾ ഇതൊക്കെയാണ് ക്രോയുടെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോയുടെ ഫുഡ് ഏതൊക്കെയാണ്? സ്മോൾ ക്രിയേച്ചേഴ്സ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, ഫുഡ് വേസ്റ്റ്, റിമെയിൻസ് ഓഫ് ഡെഡ് ഓർഗാനിസംസ്. ഓക്കെ, ഈ നെക്സ്റ്റ് ഗോട്ടിൻ്റെയാണ്. ഗോട്ടിൻ്റെ എന്തൊക്കെയാണ്? ഗോട്ടിൻ്റെ ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഗോട്ടിൻ്റെ. ഇൻ ദിസ് വേ പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് 2 അതർ ക്രിയേച്ചേഴ്സ്. അപ്പോൾ ഇതുപോലെ 2 ക്രിയേച്ചേഴ്സിൻ്റെയും കൂടി എന്ത് തയ്യാറാക്കണം? ഫുഡ് കാർഡ് തയ്യാറാക്കണം. അപ്പോൾ നമുക്കത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ എന്തൊക്കെ എഴുതാൻ പറ്റും? കൗവിൻ്റെ ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്. നെക്സ്റ്റ് ഗ്രാസ് ഹോപ്പർ, ഗ്രാസും ലീവ്സും. അപ്പോൾ ഇതുപോലെ ഏത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഏതെങ്കിലും 2 ക്രിയേച്ചേഴ്സിൻ്റെ എഴുതാം. ഓക്കെ, next, what happens if the numbers go up or down? Examine the food web. അപ്പോൾ ഒരു ഫുഡ് വെബ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡ് വെബ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ടൈഗേഴ്സ് ഡിസപ്പിയർ ഫ്രം ദിസ് ഹാബിറ്റേറ്റ്? അപ്പോൾ ഈ ഫുഡ് വെബിൽ ഈ ടൈഗർ ഉണ്ടല്ലോ, ടൈഗർ കുറഞ്ഞാൽ, ഡിസപ്പിയർ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ടൈഗർ ഇല്ലാണ്ടായാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഡിയറിനെ പിടിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഡിയറിൻ്റെ നമ്പർ ഓഫ് ഡിയേഴ്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. വിച്ച് ഓർഗാനിസം വിൽ ഇൻക്രീസ് ഇൻ നമ്പർ? ആരുടെ നമ്പറാണ് കൂടുക? ഈ ഡിയറിൻ്റെ നമ്പർ കൂടും. അപ്പോൾ ഇങ്ങനെ ഡിയറിൻ്റെ നമ്പർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഡിയർ പോപ്പുലേഷൻ ഇൻക്രീസസ്? ഈ ഡിയറിൻ്റെ പോപ്പുലേഷൻ, കുറേ ഡിയർ വന്നാൽ എന്തുണ്ടാവുക? അവിടെ ഗ്രാസ് ഒന്നും ഉണ്ടാവില്ലല്ലേ. ഈ ഗ്രാസൊക്കെ എന്ത് ചെയ്യും? ഡിയർ കഴിക്കും അല്ലേ. അപ്പോൾ ഗ്രാസ് ഹോപ്പറിന് അവിടെ ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഈ ഫുഡ് വെബിൽ ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ നമ്പർ കൂടുകയോ കുറയുകയോ ചെയ്താൽ അപ്പോൾ ഒക്കെ ഒരു ഇക്വിലിബ്രിയത്തിലൊക്കെ ഒരു കോൺസ്റ്റൻറ്റിൽ പോകണം. ഓക്കെ, the inventors. The African catfish is the fish found in African continent. അപ്പോൾ എന്താണ് ആഫ്രിക്കൻ കാറ്റ്ഫിഷ് എന്ന് പറയുന്നത്? ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ കണ്ടിട്ടുള്ള ഒരു ഫിഷാണ്. ദ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്വിക്ക്ലി. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് വളരും ചെയ്യും, പെട്ടെന്ന് മൾട്ടിപ്ലൈ ആയിട്ട് പെട്ടെന്ന് കൂടുകയും ചെയ്യും. ദ ആർ ഫൗണ്ട് ആസ് ആൻ ഇൻവാസീവ് ഫിഷ് ഇൻ സം വാട്ടർ ബോഡീസ് ഓഫ് കേരളം. അപ്പോൾ ഇതെന്താണ്? ഇത് കേരളത്തിൽ ചില വാട്ടർ ബോഡീസിലും കാണാനുണ്ട്. ദ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ഫീഡ്സ് ഓൺ നാറ്റീവ് ഫിഷസ് in the water bodies. The organisms that feed on the African catfish are not found in our water bodies. What will happen to the habitat if an African catfish reaches into a local pond? Find out if your locality has any of these invasive organisms. Identify and present what problem they cause to other plants and creatures. അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഇൻവാസീവ് ഓർഗാനിസംസ് നിങ്ങളുടെ അവിടെ പരിസരത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ചിട്ടൊരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത് കൂട്ടുകാർ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. Not all information must be collected. അപ്പോൾ എന്തൊക്കെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണം? വാട്ട് ആർ ദ എനിമൽസ്, വാട്ട് ആർ ദ പ്ലാന്റ്സ്, where should the information be collected? From adults, from media, from books and reference, through observation. What should the report contain? Introduction, aim, method of study, data collection, analysis, conclusion, suggestion and additional information. അപ്പോൾ ഒരു റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അത് ആരോടൊക്കെ ചോദിച്ചിട്ട് വേണം കളക്ട് ചെയ്യാൻ, then എങ്ങനെയായിരിക്കണം ഒരു റിപ്പോർട്ട് എന്നതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കൂട്ടുകാർ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്. ഓക്കെ,
അടുത്തത് എന്താ? ഫുഡ് റിലേഷൻഷിപ്സ് ആണ്. അപ്പോൾ ഫുഡ് വെബ് നന്നായി ഒബ്സർവ് ചെയ്യുക. ദർ ആർ വാരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഇൻ ദ എബവ് പിക്ചർ. അപ്പോൾ എന്താണ്? എബവ് പിക്ചറിൽ ഒരുപാട് ഫുഡ് റിലേഷൻഷിപ്സ് ഉണ്ട്. ദ ഫുഡ് റിലേഷൻഷിപ്സ് ഇൻ എ സിംഗിൾ സീക്വൻസ് ഈസ് ഗിവൻ ബിലോ. അപ്പോൾ മേലെ ഉള്ളതിൽ ഒരു സിംഗിൾ സീക്വൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഗ്രാസ് ആണ്. ആ ഗ്രാസിനെ ആര് കഴിക്കും? ഒരു വേം കഴിക്കും. ആ വേമിനെ ആര് കഴിക്കും? വേമിനെ ഹെന്ന് കഴിക്കും. ദെൻ ആ ഹെന്നിനെ ആര് കഴിക്കുക? ഫോക്സ് കഴിക്കും. ദെൻ ആ ഫോക്സിനെ നമ്മുടെ വൾച്ചർ അല്ലെങ്കിൽ ഈഗിളൊക്കെ കഴിക്കും. ഓക്കെ, ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് മോർ സീക്വൻസസ്. അപ്പോൾ നമുക്ക് മോർ ആയിട്ടുള്ള സീക്വൻസ്, ഇനിയും ഒരുപാട് സീക്വൻസസ് എഴുതി നോക്കാം. എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്സ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് എ ഫുഡ് ചെയിൻ. അപ്പോൾ എന്താണ് ഫുഡ് ചെയിൻ? വാട്ട് യു മീൻ ബൈ ഫുഡ് ചെയിൻ? എന്താണ്? എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ്. ഒരു ഫുഡ് വെബിൽ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടാവും. അതിലത്തെ ഒരു സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് ചെയിൻ. എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്സ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഫുഡ് ചെയിൻസ് ഒന്ന് എഴുതി നോക്കാം. ദെൻ എന്താണ് നമുക്ക് നോക്കി നോക്കാം. ഫുഡ് ചെയിന് ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ. അപ്പോൾ ഗ്രാസിനെ ആര് കഴിക്കും? ഗ്രാസ് ഹോപ്പർ കഴിക്കും. ദെൻ ആ ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും. ആ ഫ്രോഗിനെ ആര് കഴിക്കും? സ്നേക്ക് കഴിക്കും. ദെൻ സ്നേക്കിനെ വൾച്ചർ കഴിക്കും. ദെൻ വേറെ അടുത്തതാണ് ഗ്രാസ്, സ്ക്വിറൽ, സ്നേക്ക്, വൾച്ചർ. ദെൻ ഗ്രാസ്, സ്ക്വിറൽ, കാറ്റ്, വൾച്ചർ. ഗ്രാസ്, സ്ക്വിറൽ, ഫോക്സ്, വൾച്ചർ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫുഡ് ചെയിന് നമുക്ക് എന്ത് കിട്ടും? ആ ഫുഡ് വെബിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, then compare food chains you have written and list them in your science diary. അപ്പോൾ നമ്മളത് എഴുതി. then first ലിങ്കും ലാസ്റ്റ് ലിങ്കും. ഫസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയത് ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ. അപ്പോൾ അതിലത്തെ ആദ്യത്തേത് ഏതാണ്? ഗ്രാസ് ആണ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും നമ്മൾ എഴുതിയ എല്ലാ ഫുഡ് ചെയിനിലത്തെയും ആദ്യത്തേതാണ് ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലിങ്ക് എല്ലാത്തിലും ഏതാണ്? ഗ്രാസ് ആണ്. ദെൻ ലാസ്റ്റ് ലിങ്ക് നമ്മൾ എഴുതിയ ഫുഡ് ചെയിനിലൊക്കെ ലാസ്റ്റ് ലിങ്ക് വൾച്ചറാണ്. ഓക്കെ, അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് എന്താ? ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സിലെ ഫുഡ് പ്രൊഡക്ഷൻ നോക്കാം. ഒബ്സർവ് ദ ഇലുസ്ട്രേഷൻ. അപ്പോൾ എന്താണ് ഈ പിക്ചർ നോക്കുക. വിച്ച് ആർ ദ മെയിൻ കമ്പോണൻസ് ദാറ്റ് പ്ലാന്റ്സ് നീഡ്സ് ടു മേക്ക് ദ ഫുഡ്. അപ്പോൾ പ്ലാന്റ്സിന് ഫുഡ് മേക്ക് ചെയ്യാനുള്ള മെയിൻ കമ്പോണൻസ് എന്താ? ഈ പിക്ചറിൽ നിന്ന് അപ്പോൾ ലൈറ്റ് വരുന്നു, എന്താണ്, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വലിക്കുന്നുണ്ട്. ദെൻ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. ദെൻ വാട്ടർ, അങ്ങനെ ഉള്ളൊരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും മെയിൻ കമ്പോണൻസ് ഓഫ് പ്ലാന്റ്സ് നീഡ്സ് ടു മേക്ക് ദ ഫുഡ്? അപ്പോൾ ഒന്ന് തന്നിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ പിന്നെ എന്തായിരിക്കും? പിന്നെ സൺലൈറ്റ് വേണ്ടി വരും. ദെൻ വാട്ടർ വേണം. ദെൻ ക്ലോറോഫിൽ വേണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ കമ്പോണൻസ്? കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ്, വാട്ടർ, ക്ലോറോഫിൽ. Plants make food using carbon dioxide and water. അപ്പോൾ പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ബൈ യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദിസ് ദേ ആർ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ്. അപ്പോൾ ഇത് മാത്രമല്ല, ഫുഡ് ഉണ്ടാക്കാൻ എന്തും കൂടെ വേണം, സൺലൈറ്റിൻ്റെ സഹായം കൂടെ അവരെടുക്കും. സോ ദിസ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഈ ആക്ടിവിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ്. അപ്പോൾ എന്താണ്? പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദിസ് ദേ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ്. സോ ദിസ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, chlorophyll is a pigment in leaves that helps plants to produce food. അപ്പോൾ പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പിഗ്മെൻ്റ് ഏതാണ്? ക്ലോറോഫിൽ. ക്ലോറോഫിൽ ഈസ് ദ പിഗ്മെൻറ്റ് ഇൻ ലീവ്സ് ദാറ്റ് ഹെൽപ്സ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്. ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ആക്ടിവിറ്റി. അപ്പോൾ ഇങ്ങനെ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് എന്തുണ്ടാവുന്നത്? ഓക്സിജൻ ഉണ്ടാവുന്നത്. യു ഹാവ് സോഴ്സ് ഓഫ് എനർജി, യു ഹാവ്
seen that sunlight is necessary for food production in plants. Through which part do the plants mainly receive sunlight? അപ്പോൾ ഏത് പാർട്ടിലൂടെയായിരിക്കും പ്ലാന്റ് മെയിനായിട്ട് സൺലൈറ്റ് അബ്സോർബ് ചെയ്യുക? ഏത് പാർട്ടായിരിക്കും? ലീവ്സിൽ കൂടെ ആയിരിക്കും. ലീവ്സ്. Observe the picture. The leaves of plants are arranged in such a way that they receive maximum sunlight. അപ്പോൾ മാക്സിമം സൺലൈറ്റ് റിസീവ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റിലാണ് എന്ത്? ഈ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദ ലീവ്സ് ഇൻ ദ ഫോളോയിങ് പിക്ചർ. ഡു യു ഫൈൻഡ് എനി സ്പെഷ്യൽ ഫീച്ചേഴ്സ്? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഹിബിസ്കസ്, തുളസി, അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് ട്രീ, അതായത് ഇഴിലം പാല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ലീവ്സിൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ നോക്കുക. ഹിബിസ്കസ്, അതുപോലെ തന്നെ തുളസി, അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് ട്രീ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. Observe the plants in your surroundings and group them according to the similarity in their arrangement of leaves. അപ്പോൾ എന്താണ് സിമിലർ ടു ഹിബിസ്കസ്? ഹിബിസ്കസിൻ്റെ ലീവ്സിനോട് സിമിലർ ആയിട്ടുള്ള ബാക്കി 3 എണ്ണം എഴുതാനാണ്. ഒന്ന് തന്നിട്ടുണ്ട് മാംഗോ ട്രീ. അപ്പോൾ ബാക്കി നമുക്ക് എന്തൊക്കെ എഴുതാം? സൺഫ്ലവർ, മസ്റ്റാർഡ്, കോക്കനട്ട് ട്രീ. ഓക്കെ, ഇനി നെക്സ്റ്റ് സിമിലർ ടു തുളസിയാണ്. അപ്പോൾ അത് ഏതൊക്കെ വരും? ഗുവ, മിൻറ്റ്, റോസ്, ഇക്സോറ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? സിമിലർ ടു ഇഴിലം പാല. അപ്പോൾ അത് ഏതാണ്? പൈനാപ്പിള്, സൈപ്രസ്, എസ്പാരഗസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഡ്രോ ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ലീവ്സ് ഓഫ് വേരിയസ് പ്ലാന്റ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. അപ്പോൾ എന്താണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ലീവ്സിൻ്റെ പ്ലാന്റ്സ് ഒക്കെ വരച്ചിട്ട് ഒരു ആൽബം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. Behind the leafy green, the leaves and green in general, but you must also have noticed multicolored leaves. അപ്പോൾ എന്താണ്? ലീവ്സ് സാധാരണ പച്ച കളറിലാണ് ഉണ്ടാവുക, പക്ഷെ നമ്മൾ മൾട്ടി കളേർഡ് ലീവ്സും കണ്ടിട്ടുണ്ട്. കളക്ട് ഡിഫറെൻറ്റ് കളേർഡ് ലീവ്സ് ഫ്രം യുവർ സറൗണ്ടിങ്സ്. റബ് ദ കളേർഡ് ലീവ്സ് ഓൺ ദ ബ്ലോട്ടിംഗ് പേപ്പർ. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ. അപ്പോൾ എന്താണ് ഈ ഡിഫറെൻറ്റ് കളറായിട്ടുള്ള ലീവ്സൊക്കെ കളക്ട് ചെയ്തിട്ട് അത് ബ്ലോട്ടിംഗ് പേപ്പറിൽ റബ്ബ് ചെയ്തിട്ടുള്ള ഒബ്സർവേഷനും കൂടെ എഴുതുക. അപ്പോൾ എന്താണ്? നെയിം ഓഫ് പ്ലാന്റും കളർ ഓഫ് ദ ലീഫും കളർ സീൻ ഓൺ ബ്ലോട്ടിംഗ് പേപ്പർ. സ്പിനാച്ച് ഏതാണ്? കളർ ഓഫ് ദ ലീഫ് എന്തായിരിക്കും? റെഡ് ആയിരിക്കണം, പക്ഷെ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഇതാണ് ഗ്രീൻ കളറാണ് കാണുക. ദെൻ റെഡ് ക്യാബേജ്, കളർ ഓഫ് ദ ലീഫ് റെഡ് ആണ്. ഗോൾഡൻ പാത്തോസ് യെല്ലോ, പർപ്പിൾ ഗാലെ പർപ്പിൾ. ഓക്കെ, പക്ഷേ ഇതെല്ലാം ബ്ലോട്ടിംഗ് പേപ്പറിൽ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ ഏത് കളർ മാത്രമാണ് കാണുക? നമ്മൾ ഗ്രീൻ മാത്രമാണ് ബ്ലോട്ടിംഗ് പേപ്പറിൽ കാണുക. ഓക്കെ, റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഫ്രം ദ ടേബിൾ ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഫൈൻഡിങ്സ് എന്താണ്? ഏത് മൾട്ടി കളറായിട്ടുള്ള ലീവ്സ് നമ്മൾ റബ്ബ് ചെയ്താലും ബ്ലോട്ടിംഗ് പേപ്പറിൽ ഏത് കളറാണ് കാണുക? ഗ്രീൻ ആണ് കാണുക. ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ പ്ലാന്റ്സ് ഇൻ ലീവ്സ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നാണ് പറയുന്നത്? ക്ലോറോഫിലാണ്. ക്ലോറോഫിൽ എന്ന് പറയുന്നത് എന്താണ്? ലീവ്സിൻ്റെ ഗ്രീൻ പിഗ്മെൻ്റ് ആണ്. ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ലീവ്സ്. Diversity in color. Observe the biodiversity garden in your school. Can't you see flowers and leaves in different colors? അപ്പോൾ എന്തായിരിക്കും? ഫ്ലവേഴ്സും ലീവ്സും വെവ്വേറെ കളറിലായിരിക്കും. You have seen that the reason for the green color is chlorophyll. Haven't you? What are the pigments that causes other colors? അപ്പോൾ ഗ്രീൻ കളർ ഉണ്ടാക്കുന്നത് ക്ലോറോഫില്ലാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ബാക്കിയുള്ള കളറൊക്കെ എന്തായിരിക്കും? അതിൻ്റെയൊക്കെ പിഗ്മെൻറ്റ്. അപ്പോൾ റെഡിൻ്റെ എന്താ? റെഡിൻ്റെ ആന്തോസൈനിൻ. എന്താണ്? ആന്തോസൈനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ് റെഡ് കളർ കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഓറഞ്ച് എന്താണ്? ഓറഞ്ച് കളർ പിഗ്മെൻറ്റ് കൊടുക്കുന്നത് ആരാണ്? കരോട്ടിൻ. ഇനി യെല്ലോ ക്സാന്തോഫിൽ. ഓക്കെ, അപ്പോൾ റെഡ് എന്താണ്? ആന്തോസൈനിൻ, ഓറഞ്ച് കരോട്ടിൻ, യെല്ലോ ക്സാന്തോഫിൽ. എന്താ? ഗ്യാഷ്യസ് എക്സ്ചേഞ്ചസ് ഇൻ പ്ലാന്റ്സിൻ്റെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എങ്ങനെയെന്ന് നോക്കാം. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കാർബൺ ഡയോക്സൈഡ് ഈസ് ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുന്ന ഗ്യാസ്? കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ പഠിച്ചു. വിച്ച് ഓഫ് ദീസ് ഗ്യാസസ് ആർ യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസംസ് ഫോർ റെസ്പിറേഷൻ? ലിവിങ് ഓർഗാനിസംസ് റെസ്പിറേഷൻ ചെയ്യാൻ ഏത് ഗ്യാസാണ് ഉപയോഗിക്കുന്നത്? ഓക്സിജൻ ആണ്. ഈസ് ദ ഓൺലി കാർബൺ
കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണോ? അങ്ങനെയാണോ? അല്ല, ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്. ലുക്ക് അറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഷോയിങ് ദ എമൗണ്ട് ഓഫ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ എന്താണ് താഴെ എന്താണ് ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ തരം ഗ്യാസസ് ഉണ്ട്. അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ഏതാണെന്നാണ് പറയുന്നത്? ആ ഫിഗറിൽ നിന്ന് നൈട്രജൻ ആണ്. ഏതാണ്? നൈട്രജൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഓക്സിജൻ ഉണ്ടല്ലേ. ദെൻ ഓക്സിജൻ, ദെൻ കാർബൺ ഡയോക്സൈഡ് വളരെ കുറവാണ്, ദെൻ ആർഗൺ, ദെൻ അതേഴ്സ്, ഇവയൊന്നുമല്ലാത്ത മറ്റ് ഗ്യാസസ്. ഓക്കെ, ലിവിങ് തിങ്സ് ബ്രീത്ത് ടു ഗെറ്റ് എനർജി. അപ്പോൾ എന്താണ് ലിവിങ് തിങ്സ് എനർജി കിട്ടാൻ വേണ്ടി ബ്രീത്ത് ചെയ്യും. ഡോണ്ട് യു തിങ്ക് ദാറ്റ് പ്ലാന്റ്സ് ഓൾസോ നീഡ് എനർജി? വേണ്ടി വരുമോ? നമുക്ക് നോക്കി നോക്കാം. Shouldn't respiration take place in plants to obtain energy? Yes, respiration take place in plants too. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ പോലെ തന്നെ റെസ്പിറേഷൻ പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. All living beings use oxygen for respiration. എല്ലാ ലിവിങ് ബീങ്സും എന്താണ്? ഓക്സിജൻ റെസ്പയർ ചെയ്യാൻ ഓക്സിജൻ അവർ ടേക്ക് ചെയ്യും. ആസ് എ റിസൾട്ട് കാർബൺ ഡയോക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ അങ്ങനെ എന്താണ്? അപ്പോൾ അങ്ങനെ നമ്മൾ ഓക്സിജൻ ശ്വസിച്ച് വിടുമ്പോൾ എന്തുണ്ടായിരിക്കും? കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ആവും. അനിമൽ റിലീസ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ എന്താണ്? ആനിമൽസ് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ബൈ പ്ലാന്റ്സ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഡ്യൂറിങ് ഡേ ടൈം. അപ്പോൾ എന്താണ് ഈ പ്ലാന്റ്സ് ഡേ ടൈമിൽ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഈ കാർബൺ ഡയോക്സൈഡ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൾസോ യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ അവരുടെ ഫോട്ടോസിന്തസിസും പിന്നെ മാത്രമല്ല മനുഷ്യന്മാരെ ലിവിങ് ബീങ്സിൻ്റെ ലിവിങ് തിങ്സിൻ്റെ എന്താണ് കാർബൺ ഡയോക്സൈഡും ഇവർ ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കും. എയർ എൻറ്റേഴ്സ് പ്ലാന്റ്സ് ത്രൂ ദ ലീവ്സ്. അപ്പോൾ എയർ എങ്ങനെയാണ് അകത്തേക്ക് കയറുക? പ്ലാന്റ്സിൻ്റെ ലീവ്സിലൂടെയാണ്. ലെറ്റ് us എക്സാമിൻ വെദർ ദർ ഈസ് എനി സ്പെഷ്യൽ പാർട്ട് ഓഫ് ദ ലീവ്സ് ഫോർ ദിസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇതിന് വേണ്ടി ലീവ്സിൽ ഏതെങ്കിലും പ്രത്യേക ഭാഗമുണ്ടോ എന്ന്. ഒബ്സർവ് ദ ലീഫ് ലെയർ ഇൻ ദ മൈക്രോസ്കോപ്പ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പം നമുക്ക് താഴെ ഒരു മൈക്രോസ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് നോക്കി നോക്കാം. A microscope is an instrument used to magnify things that cannot be seen with the naked eyes. അപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങൾ സൂം ചെയ്തിട്ട് മാഗ്നിഫൈ ആയിട്ട് വലിയ രൂപത്തിൽ നമുക്ക് കാണാൻ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് എന്ത്? മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പോൾ ലീഫിൻ്റെ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റൊമാറ്റ. ദിസ് മൈക്രോസ്കോപ്പിക് പോർഷൻ ദ ലീവ്സ് ആർ നോൺ ആസ് സ്റ്റൊമാറ്റ. ഈ മൈക്രോസ്കോപ്പിക് പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റ. ഇറ്റ് ഈസ് ത്രൂ ദീസ് പോർസ് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റിൻ്റെ ലീവ്സിലൂടെയാണ് ഈ അറ്റ്മോസ്ഫിയറിക് എയർ പ്ലാന്റ്സിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്ന് നമ്മൾ പഠിച്ചു. ദെൻ അതിൻ്റെ സ്പെസിഫിക് പാർട്ട് ഉണ്ട്, അതിലൂടെയാണ് കയറുക. ആ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റ. എന്താണ്? സ്റ്റൊമാറ്റ. Oxygen produced as a result of photosynthesis is also released through these pores. അപ്പോൾ എന്താണ്? ഓക്സിജൻ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ആവും. അതും റിലീസ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഈ പോഴ്സിലൂടെ, സ്റ്റൊമാറ്റ പറയുന്ന പോഴ്സിലൂടെയാണ്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. അപ്പോൾ ഈ ഇല്ലുസ്ട്രേഷൻ നോക്കിക്കേ, ഡേയും നൈറ്റും. അപ്പോൾ എന്താണ്? ഓക്സിജൻ വലിക്കുന്നുണ്ട്, ദെൻ പുറത്തേക്ക് പോകുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡും അങ്ങനെയൊക്കെ റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും ടേക്ക് പ്ലേസ് ആവുന്നുണ്ട്. ദെൻ നൈറ്റിൽ എന്താണ്? നൈറ്റിൽ ഓക്സിജൻ വലിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഓക്കെ, അടുത്തതെന്താ? ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്. എല്ലാ പ്ലാന്റ്സും ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഡു ഓൾ ദ പ്ലാന്റ്സ് മേക്ക് ഫുഡ്? നോക്കി നോക്കാം. ഐ ആം മാംഗോ ട്രീ. ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. അപ്പം ഞാനാണ് എന്ത്? മാംഗോ ട്രീ. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആവശ്യമുള്ള ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നുണ്ട് ഐ ആം ലൊറാന്തസ്. ലൊറാന്തസ് നോക്കി നോക്കാം. ഐ ഓൾസോ പ്രിപ്പയർ മൈ ഓൺ ഫുഡ്. ഞാനും എൻ്റെ സ്വന്തം ഫുഡ് ഉണ്ടാക്കും. ബട്ട് ഐ അബ്സോർവ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദീസ് പ്ലാന്റ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? വാട്ടറും മിനറൽസും ഈ പ്ലാന്റിൽ നിന്ന്, അതായത് മാംഗോ ട്രീയിൽ നിന്ന് എടുക്കും. ഓക്കെ, നെക്സ്റ്റ് ഐ ആം വേണ്ട. വേണ്ട എന്താ ചെയ്യുന്നത് നോക്കാം. ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ് ബട്ട് ഐ നീഡ് എ പ്ലേസ് ടു ഗ്രോ. എനിക്ക് വേണ്ട ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കും, പക്ഷെ എനിക്ക് എന്ത് വേണം? വളരാനായിട്ടൊരു സ്പേസ് വേണം.
ഓക്കെ, ഇനി നെക്സ്റ്റ് കസ്ക്യൂട്ടയാണ്. കസ്ക്യൂട്ട എന്താണെന്ന് നോക്കി നോക്കാം. ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്. ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കില്ല. ഐ ഒബ്സർവ് ദ ന്യൂട്രിയൻസ് ഐ നീഡ് ഫ്രം ദിസ് പ്ലാന്റ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ പ്ലാന്റിൽ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഞാൻ എടുക്കും. ഓക്കെ, അപ്പം എന്താണ്, എല്ലാ പ്ലാന്റ്സും എന്ത് ചെയ്യില്ല, ഫുഡ് ഉണ്ടാക്കില്ല. You have observed the conversation among a mango tree, Loranthus, Cuscuta and Vanda, haven't you? Which of these plants prepare their own food? അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. These plants get the sunlight and carbon dioxide needed for photosynthesis in the same way. But how do they get water? Where does the mango tree get its water from? How does Vanda and Loranthus observe the picture of Vanda? എന്താണ്, ഇവർക്ക് ആവശ്യമായ വെള്ളം എങ്ങനെ കിട്ടും, മാംഗോ വാട്ടറിന് എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത്, ദെൻ വാൻഡക്കും ലൊറാന്തസിനും എങ്ങനെയാണ് വാട്ടർ കിട്ടുന്നത് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസേഴ്സൊക്കെ നോക്കി നോക്കാം. The small roots help the vanda to grow by clinging onto the tree. The thick roots absorb moisture from the atmosphere. They depend on host plants only for habitat. Such plants are called epiphytes. Orchids are examples of epiphytes. അപ്പോൾ എന്തെന്നാ പറയുന്നത്, the small roots help the vanda to grow by clinging onto the tree. അപ്പോൾ എന്താണ്, ഈ സ്മോൾ റൂട്ട്സ്, വാണ്ടയിലുള്ള സ്മോൾ റൂട്ട്സ് ആണ് ഈ ട്രീയുടെ മേലെ ക്ലിങ് ചെയ്തിട്ട് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നത്. തിക്ക് റൂട്ട്സ് എന്ത് ചെയ്യും, ഈ മോയ്സ്ചർ, അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് അവർക്ക് ആവശ്യമായ മോയ്സ്ചറും വാട്ടറും ഒക്കെ കിട്ടുന്നത്. അവർ ഈ ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ടുള്ള മാംഗോ ട്രീനൊക്കെ എന്തിനു മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അവർക്കൊന്ന് താമസിക്കാൻ, ഹാബിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ്. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്. ഓർക്കിഡാണ് ഈ എപ്പിഫൈറ്റിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒബ്സർവ് ദ എപ്പിഫൈറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ റൂട്ട്സ്. ക്യാൻ ദ ഗ്രോത്ത് ഓഫ് എപ്പിഫൈറ്റ്സ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്? എന്താണ്, ഒരു ഹാംഫുൾ ഉണ്ടാവില്ല അല്ലേ. നോ, ദ സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് ദ എപ്പിഫൈറ്റ് ടു ഗ്രോ ബൈ ക്ലിങ്കിങ് ഓൺ ടു ദ ട്രീ. ദ തിക്ക് റൂട്ട് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഹാംഫുൾ ഒന്നും ഉണ്ടാവത്തില്ല. ഒബ്സർവ് ദ പിക്ചർ ഓഫ് റൂട്ട്സ് ഓഫ് ലൊറാന്തസ്. ലൊറാന്തസിൻ്റെ റൂട്ട്സ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. വേർ ഡു ദെയർ റൂട്ട്സ് ഗ്രോ ടു? വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഫോർ ലൊറാന്തസ് വിത്ത് ദെയർ സ്പെഷ്യൽ റൂട്ട്സ്? അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. ലൊറാന്തസ് മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അപ്പോൾ എങ്ങനെയാണ് ലൊറാന്തസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക? ലൊറാന്തസ് മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിങ്. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്യും, വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്തിട്ടാണ് ലൊറാന്തസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ദെർഫോർ പ്ലാന്റ്സ് ലൈക്ക് ലൊറാന്തസ് ആർ കോൾഡ് സെമി പാരസൈറ്റ്സ്. അപ്പോൾ ഈ ലൊറാന്തസിൻ്റെ പോലത്തെ പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്, സെമി പാരസൈറ്റ്സ്. ഓക്കെ, ഒബ്സർവ് ദ കസ്ക്യൂട്ട സ്പ്രെഡ് ഓൺ ദ പ്ലാന്റ്. വാട്ട് കളർ ഈസ് it? Do you see leaves? Can Cuscuta prepare food? Where do its roots grow to? അപ്പോൾ കസ്ക്യൂട്ടയുടെ കാര്യമാണ് അടുത്തത് പറയുന്നത്. കസ്ക്യൂട്ട പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ്. അപ്പോൾ എന്താണ്, കസ്ക്യൂട്ട പ്ലാന്റ്സിൻ്റെ റൂട്ട്സിന് എന്തുണ്ട്, ഈ ന്യൂട്രിയൻസിനൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. എവിടെയിൽ നിന്നാണ്, ഈ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന്. അത്തരം ഈ കസ്ക്യൂട്ടനെ പോലത്തെ ഉള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ പാരസൈറ്റ്സ്. എന്താണ്, ദേ ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്സ്. Observe the picture. All living beings in nature depend on each other to survive. എന്താണ് പറയുന്നത്, എല്ലാ ലിവിങ് ബീങ്സും എന്താണ്, വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. All living beings in nature depend on each other to survive. Look around and find more examples for the interdependence of living beings. Write down your findings in your science diary. അപ്പോൾ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ് ലിവിങ് ബീങ്സിനെ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിന്ന് നോക്കി ഒബ്സർവ് ചെയ്തിട്ട് ബുക്കിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അത് കൂട്ടുകാരെ എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.